പാലക്കാട് ജില്ലയിലെ കാക്കയൂർ എന്ന സ്ഥലത്ത് തച്ചങ്കോട് എന്നൊരു സ്ഥലമുണ്ട്. അതാണിത്. ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ നമ്മൾ പോകുന്നത് കോട്ടമല അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ്. പാടവരമ്പത്ത് കൂടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു മലയുടെ പ്രവേശന കവാടത്തിൽ. ഒരു കനാല് കടന്നു വേണം നമ്മൾ ക്ഷേത്രത്തിന് മുന്നിലേക്ക് പ്രവേശിക്കാൻ. വാഹനവും കയറി ചെല്ലും ഒരു കനാലാണിത്. നിറയെ വെള്ളമുണ്ട്. ഇനി നമ്മൾ പോകുന്നത് അമ്പല പരിസരത്തേക്കാണ്. ആളുകളെല്ലാം ഇറങ്ങി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ധാരാളം കച്ചവടക്കാർ വന്നു തുടങ്ങി. ജനസാഗരം തന്നെ ഇന്നിവിടേക്ക് ഒഴുകിയെത്തും. ധനുമാസം 10-ാം തീയതി കോട്ടമല അയ്യപ്പൻ വിളക്ക്. വർഷത്തിൽ ഒരിക്കൽ മാത്രം. ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാം അയ്യപ്പസ്വാമിയെ. ഇവിടേക്കുള്ള ഈ ഒരു നടത്തമാണ് ഏറ്റവും സുന്ദരം. പൊരിയുണ്ടകളും ജൗമിഠായികളും പഞ്ചാരക്കോലുമിഠായിയും പൊരിയുണ്ടയും വിൽക്കുന്ന കച്ചവടക്കാർ. കാനനവാസനാണ് അയ്യപ്പൻ. കാട്ടിനുള്ളിലാണ് ഇരിക്കുന്നത്. ധാരാളം കച്ചവടക്കാർ രണ്ട് സൈഡും സാധനങ്ങൾ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പാത്രങ്ങളും അപൂർവ ഇനം വസ്തുക്കളൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. വില കുറച്ചാണ് നമുക്ക് കിട്ടുക. ആളുകളെല്ലാം ഇങ്ങനെ വിലപേശി നടക്കുന്നുണ്ട്. മൺപാത്രങ്ങളൊക്കെ ധാരാളം വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നു. കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, നിലക്കടല വേവിച്ചത്. ധാരാളം കച്ചവടക്കാർ പല സ്ഥലത്തു നിന്നും എത്തിയിരിക്കുകയാണ്. മഞ്ഞ് പെയ്യുന്നുണ്ട്, തണുത്ത കാറ്റുണ്ട്, തണുപ്പ് തുടങ്ങിയിരിക്കുന്നു. വലിയ മുത്തശ്ശൻ ആൽമരമാണ് അവിടെ ഉള്ളത്. അതിൻ്റെ താഴത്ത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിറഞ്ഞു കവിഞ്ഞ കച്ചവടക്കാർ കുപ്പിവളകൾ നിരത്തി വെച്ചിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് പാത്രങ്ങൾ വിൽപ്പനക്കായി വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഐസ്ക്രീമും. നിറയെ പലതരത്തിലുള്ള മാലകളാണ് അടുക്കി വെച്ചിരിക്കുന്നത്. കുട്ടികളെല്ലാം വിലപേശുന്നുണ്ട് കച്ചവടക്കാരോട്. അങ്ങനെ നമ്മൾ നടന്ന് ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കുട്ടികളും വയസ്സായവരും എല്ലാവരും എത്തിത്തുടങ്ങിയിരിക്കുന്നു കാട്ടിലയ്യപ്പനെ കാണാൻ. ഈ ഒരു ഉത്സവ ദിനത്തിൽ ഒറ്റ ചീവീട് പോലും കരയുന്നില്ല. അല്ലാത്ത ദിവസത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. അത്രയും ശബ്ദത്തിലാണ് ചീവീടുകൾ ചിലക്കാറ്. ഞാൻ എൻ്റെ ആൽബം ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് ചീവീടുകളുടെ ശബ്ദം കേട്ട് ഭയന്നുപോയി. ഇപ്പം നമ്മളിതാ ഈ കവാടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കാട്ടിടവഴികളിൽ കൂടിയും ആളുകൾ നടന്നു വരുന്നുണ്ട്. വാഹനങ്ങളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. 300ഓളം പടികൾ ചവിട്ടി കയറി വേണം അയ്യപ്പനെ കാണാൻ. വ്രതം എടുത്തു വരുന്നവരുണ്ട്. വ്രതശുദ്ധിയോടുകൂടി വേണം ഈ ഒരു പടികൾ ചവിട്ടിക്കയറാൻ. ആരോ ഒരാൾ കോലമിട്ട് വെച്ചിരിക്കുന്നു. പടികൾ ചവിട്ടിക്കയറാൻ വലിയ പ്രയാസമൊന്നും നമുക്ക് അനുഭവപ്പെടില്ല. രണ്ട് സൈഡും കാടാണ്. ഇരിപ്പിടങ്ങളും ഉണ്ട്. കരിങ്കല്ലിൽ തീർത്ത ഇരിപ്പിടങ്ങൾ. താഴേക്ക് നോക്കുമ്പോൾ ആളുകൾ ചെറുതായിട്ടാണ് നമുക്ക് കാണുന്നത്. മഞ്ഞ് പുതഞ്ഞ കാടാണ്. ആളുകൾ കയറി തുടങ്ങിയിരിക്കുന്നു. ഈ ഇടവഴികളിൽ കൂടിയാണ് ആന കയറി വരുന്നത്. ആനയും ശീവേലിയും വൈകിട്ട് അമ്പലത്തിൽ ഉണ്ട്. എന്തൊരു ഭംഗിയാണെന്നോ ഈ ചവിട്ടുപടികൾ കാണാൻ. ഒരു ക്ഷീണവും ഇല്ലാതെ ഒരു അമ്മൂമ്മ ഇങ്ങനെ കയറി മുകളിൽ എത്തിക്കഴിഞ്ഞു. കാടിൻ്റെ ആ ഒരു മനോഹാരിത കാണാൻ നല്ല ഭംഗിയാണ്. ആളുകളെല്ലാം കയറി മുകളിൽ എത്തിത്തുടങ്ങി. മുകളിൽ വലിയൊരു പാറപ്പുറത്താണ് അയ്യപ്പൻ്റെ ക്ഷേത്രം. കരിങ്കല്ലിൽ തീർത്ത ക്ഷേത്രമാണ് ഇത്. പാറയുടെ മുകളിൽ ഒരു മണിക്കിണറുണ്ട്. അതിൽ ധാരാളം വെള്ളമുണ്ട്. പാറയിലാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. നല്ല വെള്ളം. ഒരു കുഞ്ഞു കിണർ.
ഈ ക്ഷേത്രം കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ അയ്യപ്പനും ഗണപതിയും മുരുകനും ശിവനും നാഗങ്ങളും വാണരുളുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും അത് നമ്മളെ ബാധിക്കാറില്ല. യാതൊരു ബുദ്ധിമുട്ടും ഇതിൻ്റെ മുകളിൽ അനുഭവപ്പെട്ടില്ല. കർപ്പൂരാഴി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗണപതിയാണ് ഇവിടെയുള്ളത്. ഇതാ ക്ഷേത്രത്തിൻ്റെ ഒത്ത മധ്യഭാഗത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. കുരുത്തോല കൊണ്ട് അലങ്കരിച്ച അമ്പലത്തിൻ്റെ മുന്നിലൊരു വലിയ മരമുണ്ട്. മരത്തിൻ്റെ തണലിൽ നിന്ന് തായമ്പക അരങ്ങേറുകയാണ്. നല്ല മനോഹരമായ കാഴ്ച. തണല് വിരിച്ചു നിൽക്കുന്ന വമ്പൻ ആര്യവേപ്പുമരം, ശുദ്ധമായ വായു, നല്ല വീശിയടിക്കുന്ന കാറ്റ്. കമ്പിവേലികളാൽ കെട്ടി നിർത്തിയിരിക്കുകയാണ് അരികുകളൊക്കെ. കാരണം അവിടുന്ന് തെന്നി വീണു കഴിഞ്ഞാൽ അപകടമുണ്ടാവാതിരിക്കാൻ വേണ്ടി. കരിമ്പനകളും അരളിമരത്തിൻ്റെ താഴെയാണ് നാഗങ്ങളതായിരിക്കുന്നത്. കുപ്പിവളകളെല്ലാം ആളുകൾ കല്യാണം കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് വഴിപാട് ചെയ്യുന്നുണ്ട്. അവിടെ നാഗങ്ങൾക്ക് കുട്ടികളില്ലാത്തവരും അവിടെ വഴിപാടുകൾ നടത്തുന്നുണ്ട്. പാറയുടെ പിൻഭാഗവും നല്ല മനോഹരമായ കാഴ്ചകളാൽ നമുക്ക് കാണാൻ കഴിയും. തിങ്ങി നിറഞ്ഞിരിക്കുന്നു ജനങ്ങളെ കൊണ്ട്. പ്രസാദവും അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പവും പായസവുമുണ്ട്. കഠിന പായസവും അപ്പവും പ്രസാദമായി കിട്ടും. ഈ കിടക്കുന്നത് ആനയല്ല കേട്ടോ, ഒരു വലിയ പാറയാണ്. വെള്ളത്തിൽ കിടക്കുന്ന ആന പോലെ നമുക്ക് തോന്നും. അതിൻ്റെ മുകളിലാണ് ആളുകൾ ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളു മുഴുവൻ വെള്ളമാണ്. ഒരിക്കലും വറ്റാത്ത കൊക്കരണിയാണ് ഇത്. ആന കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇനിയിപ്പോൾ നമ്മൾ ആനപ്പാതയിലൂടെയാണ് താഴേക്ക് ഇറങ്ങാൻ പോകുന്നത്. തൊഴുതു കഴിഞ്ഞു, ശീവേലിയൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാട്ടിനുള്ളിലൂടെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുകയാണ്. നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്ന വഴികളാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സുഖമാണിത് ഇങ്ങനെ നടന്നിറങ്ങാൻ. കാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട്, പൂക്കളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങുകയാണ്. നല്ല സുന്ദരമായ കാഴ്ചകളാണ് രണ്ടു സൈഡും. മൃഗങ്ങളൊന്നും വലുതായിട്ട് ഇവിടെ ഇല്ല. പന്നികളോ കുറുക്കന്മാരോ പൂച്ചകളോ ഒക്കെ തന്നെ ഉള്ളൂ. വന്യമൃഗങ്ങളൊന്നും ഇവിടെയില്ല എന്നാണ് ആളുകൾ പറയുന്നത്. എല്ലാ ദിവസവും ഒന്നും നമുക്കിവിടെ വരാൻ കഴിയില്ല, പേടിയാണ്. വർഷത്തിൽ ഒരിക്കൽ ധനുപ്പത്തിന് മാത്രമേ ഇവിടെ എല്ലാവരും വരികയുള്ളൂ. അല്ലാത്ത സമയത്ത് രാവിലെയും വൈകുന്നേരവും ഒരാൾ വന്ന് പൂജ കഴിക്കാറുണ്ട്. ഇപ്പോൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് പടികൾ ആളുകളെ കൊണ്ട്. നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. ഞാൻ എന്തായാലും ബാക്കിയുള്ള പടികൾ ഇറങ്ങി താഴേക്ക് പോവുകയാണ്. ആനപ്പാതയിലൂടെ ഏകദേശം താഴേക്ക് വന്നു. പൊരിക്കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട്. നിലക്കടല വേവിച്ചതൊക്കെ തകൃതിയായി ഇവിടെ നടക്കുകയാണ്. എന്തായാലും നിറഞ്ഞ ഈ ഒരു കാഴ്ച നല്ല മനോഹരമായ കാഴ്ചയാണ്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരനുഭവമായിരിക്കും നിങ്ങളിവിടെ നിന്ന് വന്ന് ഇത് കണ്ടാൽ. എല്ലാവരും വരാൻ ശ്രമിക്കൂ.